everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ലോഗായിട്ടാണ്. ട്രാവൽ അങ്ങനെ ഭയങ്കര ട്രിപ്പൊന്നല്ല, ഞങ്ങൾ ഒന്ന് ഗുരുവായൂർ പോകാൻ പോവാണ്. ഗുരുവായൂർ പോകണം, ആക്ച്വലി കൊടുങ്ങല്ലൂരും പോകണം. ഇപ്പം ഓൾമോസ്റ്റ് ഒരു എബോ 6 months ഞങ്ങൾ ഗുരുവായൂരൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് തിരക്കായി പോയി. ലാസ്റ്റ് ടൈം പോയത് ആക്ച്വലി ഷുട്ടുവിൻ്റെ ചോറൂണ്ട സമയത്താണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സമയം കിട്ടിയതേ ഇല്ല പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. ഭയങ്കര മെസ്സായിട്ട് കിടക്കുകയാണ് ഫുള്ള്. ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ്. ഷൂട്ടും ഉള്ളത് കൊണ്ട് തന്നെ പണ്ടത്തെ പോലെയല്ല, കുറച്ചധികം സാധനങ്ങൾ എടുത്തു വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പാക്കിങ്ങിൽ അങ്ങനെ ഇതാ ഞാൻ എല്ലാം നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. ഞാനത് ഫ്രൈഡേ നൈറ്റ് ആക്ച്വലി പാക്ക് ചെയ്ത് വെച്ചു. കാരണം സാറ്റർഡേ എനിക്ക് അച്ഛനും അമ്മേനെ പിക്ക് ചെയ്യാൻ പോകേണ്ടതുകൊണ്ട് തന്നെ വരാൻ വളരെ ലേറ്റ് ആവും. അതുകൊണ്ട് പിന്നെ ഒന്നിനും സമയമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തു വെച്ചു. ഷൂട്ടിന്റെ ഡ്രസ്സ് ഞാൻ ഇതുപോലെ ഇങ്ങനെ എല്ലാം സിപ്ലോക്ക് കവറിലാക്കിയിട്ടാണ് വെക്കാറുള്ളത്. അതാവുമ്പോൾ നമുക്ക് ഒന്നും മെസ്ഡപ്പ് ആയി പോവില്ല. അതുപോലെ ഇന്നേഴ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ അങ്ങനെ ഒരു സിപ്ലോക്ക് കവറിലാക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് എടുക്കാനും ഭയങ്കര ഈസി ആയിരിക്കും. കുറച്ചും കൂടെ സ്പേസ് കിട്ടുന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ ഇതാ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. ഗുരുവായൂരിന് ഞാൻ സെറ്റ് മുണ്ടാണ്. അപ്പം ഞാൻ അതിൻ്റെ ഷോളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഉടുക്കാൻ ഭയങ്കര പണിയായിരിക്കും. ഈസിയാണ്, എന്നാലും ഞാൻ എപ്പോഴും സെറ്റ് മുണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ഒരു റെഡിമെയ്ഡ് സാരിയൊക്കെ പോലെ നോർമലി ചെയ്ത് വെച്ച് ഉടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. എൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ അതൊന്നും വെച്ചിട്ടില്ല. അതിനിപ്പോൾ നാളെ വെക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ഇതാ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഓൾ സെറ്റ് ടു ഗോ ആണ്. ഇത് സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. ഒരു 6:30 ഒക്കെ ആവുമ്പോൾ പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. 6 മണിക്ക് പോകണം എന്നാണ് വിചാരിച്ചത്. പിന്നെ എല്ലാവരും റെഡിയായി എല്ലാം ഒന്ന് സെറ്റപ്പായി വരുമ്പോഴേക്കും 6:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. തിരൂരൊക്കെ എത്തിയപ്പോഴാണ് ഞങ്ങൾ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പൊറോട്ട വാങ്ങിച്ചു. കുറച്ച് ഹെവി ആയിട്ട് നിൽക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലാവരും പൊറോട്ടയാണ് കഴിച്ചത്. അച്ഛൻ മാത്രം വേറെ എന്തോന്ന് കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല. ചുട്ടു പിന്നെ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ വെറുതെ അവളുടെ സ്ഥിരം അലമ്പ് സ്വഭാവം ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവള് കുറച്ചും കൂടെ എന്താ പറയാ, യാത്ര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത ഒരു കുട്ടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അമ്മ ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ച് പോസ് ചെയ്തതാണ്, ഞാൻ വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവളെ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഭയങ്കര വാശിയും കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. ഉറങ്ങുന്ന സമയത്ത് മാത്രമുള്ള ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അവളെ ഫുൾ ടൈം ഉറക്കം തന്നെയായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, അവളിങ്ങനെ ഉണ്ണി വാവവോ പാടി. ഇത് ഞാൻ പെട്ടെന്ന് ഫോണിൽ കണ്ട ഒരു വീഡിയോ ആണ്, അത് ഞാൻ ഇവിടെ ആഡ് ചെയ്തേ ഉള്ളൂ. ഉണ്ണി വാവവോ പാടിക്കൊണ്ട് ആക്ഷൻ കാണിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ തന്നെ കണ്ടിട്ട് ചിരിച്ചു പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ചുമ്മാ ഇതിലിങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത്. ഞാൻ ആക്ച്വലി കൊടുങ്ങല്ലൂരാണ് സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് നമ്മൾ അവിടെ വൈകുന്നേരം കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കയറിയിട്ടാണ് നമ്മൾ ഗുരുവായൂരേക്ക് പോകുന്നത്. അപ്പൊ ഇതാ ഞങ്ങൾ പോയി കൊടുങ്ങല്ലൂർ എത്താറായിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് റൂമിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഈവനിങ് അമ്പലത്തിൽ പോവാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇതാ റെഡിയായി. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലും അമ്പലവും ഭയങ്കര അടുത്ത് തന്നെയായിരുന്നു. നടന്നു പോകാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോകേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ കാർ എടുത്തിട്ട് തന്നെയാണ് വന്നത്. പിന്നെ ഷുട്ടുവിനെ കൊണ്ട് നടക്കണ്ടെന്ന് വിചാരിച്ചു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നത് കൊണ്ട് ഭയങ്കര റഷുള്ള റോഡാണല്ലോ അവിടെ അമ്പലത്തിന്റെ സൈഡൊക്കെ. അത് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് തന്നെയാണ് പോയത്. ഇതാ വണ്ടി പാർക്ക് ചെയ്തു. ഇനി അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറണം. കുറച്ച് സമയം അമ്പലത്തിന്റെ അകത്ത് നിന്ന് ഞങ്ങൾ എല്ലാം തൊഴുത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഷുട്ടു
അവൾക്ക് പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്രാങ്കിയായി. ഞാൻ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി പ്രദക്ഷിണമൊക്കെ വെച്ച് അവൾക്ക് പാല് കൊടുക്കാൻ പോവാന്ന് വിചാരിച്ചു. പാല് കൊടുത്ത അപ്പൊ തന്നെ ആണെങ്കിൽ ഷുട്ടു അപ്പൊ തന്നെ ഉറങ്ങിപ്പോയി. നല്ല ഉറക്കായിരുന്നു. പിന്നെ ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു കുറച്ച് സമയം. പിന്നെ അച്ഛൻ ചായ വേണ്ട വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് എല്ലാരും കൂടെ ചായ കുടിക്കാന്ന് വെച്ച് ഷുട്ടുവിനെ ഞങ്ങള് അച്ഛന്റെ കയ്യിലാക്കി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങള് റൂമിലേക്ക് പോവാണ് ചെയ്തത്. അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ ഞങ്ങള് എഴുന്നേറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതായിരുന്നു എന്റെ കോസ്റ്റ്യൂം. അങ്ങനെ ഇതാ അമ്പലത്തിലേക്ക് പോവാണ് ഞങ്ങള്. ഞങ്ങള് ക്യൂ നിന്നില്ല. ഞങ്ങള് സ്പെഷ്യൽ പാസ് എടുത്തിട്ടാണ് കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷുട്ടൂനെ വെച്ച് ക്യൂ ഒക്കെ നിന്ന് കുറെ മണിക്കൂർ നിന്ന് കേറുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ്. കൊച്ചു കുഞ്ഞല്ലേ, അവൾക്ക് അകത്തേക്ക് നമുക്കൊന്നും കൊണ്ടുപോകാനും പറ്റില്ലല്ലോ. വെള്ളം പറ്റില്ല, ഫുഡ് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങള് വേഗം പോയി പാസ് എടുത്ത് കയറുകയാണ് ചെയ്തത്. ഷുട്ടു പിന്നെ അവിടെ കാണുന്ന ആൾക്കാരെ ഒന്നും വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരോടും ഭയങ്കര കളിയും ചിരിയും കാര്യവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അയ്യപ്പന്മാരുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷ് ആയിരുന്നു. നമ്മൾ സ്പെഷ്യൽ പാസ് എടുത്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഫുൾ ഓഫ് ഫുഡും തള്ളും തിരക്കും ഒക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് വണ്ടിയിലെത്തി. ഷുട്ടു അപ്പൊ തന്നെ പാലൊക്കെ കുടിച്ച് ഉറങ്ങി. ഞാൻ അവൾക്ക് ഡ്രസ്സൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങൾ അവിടെ തന്നെ റെസ്റ്റോറന്റിൽ പോയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. വെറുതെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ടല്ലോ. 2 ദിവസം വെജ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഷുട്ടു പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാകുമ്പോൾ അവൾ അങ്ങനെ അധികം വാശിയില്ലാണ്ട് റൈസ് കഴിക്കും. ചിക്കൻ അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കൊടുക്കാറില്ല, ബ്രോയിലർ കോഴി ആയതുകൊണ്ട്. അച്ഛനും അമ്മയും മീൽസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ്. ഒരു 3 o'clock 3:30 ഒക്കെ ആവുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ബിക്കോസ് ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകേണ്ടത് കൊണ്ട് തന്നെ പിന്നെ രാവിലെ എഴുന്നേറ്റുകൊണ്ടും നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡിന്. അപ്പോ കുറച്ച് സമയം ഉറങ്ങി. പിന്നെ ഷുട്ടു വണ്ടിയിൽ കയറേണ്ട താമസം പുലർച്ചെ എഴുന്നേറ്റതിന്റെ ആ ഒരു ക്ഷീണമൊക്കെ കൊണ്ട് അവള് നല്ല ഉറക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴാണ് അവൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഞാൻ അവൾക്ക് റാഗി കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് അത് കൊടുത്തു. പിന്നെ ഞങ്ങള് അൽഫാം, പനീർ ബട്ടർ മസാല, റൊട്ടി അതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും യാത്ര തുടങ്ങി. ആക്ച്വലി ഒരു 12 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അപ്പോഴേക്കും പിന്നെ ഷുട്ടു എഴുന്നേറ്റു. അവളുടെ ആ ഒരു കളിയും ബഹളവും. ഞങ്ങൾ ബീച്ച് സൈഡിൽ കൂടെ പോകുമ്പോൾ അവളിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ, മൂന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഭയങ്കര ഞങ്ങളുടെ ഒരു കുഞ്ഞു ട്രിപ്പിന്റെ ഒരു വീഡിയോ ഞാൻ ചുമ്മാ എടുത്ത് ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ ഞങ്ങൾ വീട്ടിൽ സേഫ് ആയിട്ട് എത്തി. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എല്ലാവരും പ്ലീസ് ടു വാച്ച്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.